ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു. SHO TD സുനിൽകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന വാർത്തകൾ വന്നിരുന്നു. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വീഴ്ചയുണ്ടായെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. മികച്ച പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിച്ചെന്നും കുടുംബം വ്യക്തമാക്കുന്നു. ഞങ്ങൾ കേസ് വേണ്ടെന്ന് പറഞ്ഞത് ആദ്യം സ്വാഭാവിക മരണമാണ് എന്നുള്ള രീതിക്കാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അപ്പോൾ അത് തെളിയിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഉള്ളപ്പോൾ നമുക്കിതിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല. കാരണം ഇതിൻ്റെ അകത്ത് എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇത് വീഴ്ച പറ്റിയിട്ടുണ്ടാകാമായിരിക്കാം. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. കേസിൽ അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഈ കേസ് എന്തായാലും നമുക്കൊരു നല്ലൊരു വിധി ഉണ്ടാക്കാനായിട്ട് ഹൈക്കോടതിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വരെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിനകത്ത് വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം വണ്ടിപ്പെരിയാർ വിഷയം ഉന്നയിക്കുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുള്ള നടപടി വരുന്നത്. ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു, അതോടൊപ്പം വകുപ്പ് തല അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ആ സസ്പെൻഷൻ ഓർഡറിൽ ഉണ്ടായിരുന്നത്. ഈ വിഷയത്തിലാണ് നിലവിൽ പെൺകുട്ടിയുടെ കുടുംബം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊരു സ്വാഭാവിക മരണമെന്നാണ് ആദ്യഘട്ടത്തിൽ പെൺകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ കരുതിയിരുന്നത്. പിന്നീട് പോലീസ് ഇടപെട്ട് നടത്തിയ അന്വേഷണത്തിലും അവരുടെ ഒരു നിർബന്ധ ബുദ്ധി പ്രകാരം നടത്തിയ പോസ്റ്റ്മോർട്ടം മാണ് ഇത് ഒരു കൊലപാതകമാണ്, പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നതെന്ന് കുടുംബം തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തനിക്ക് പറയാൻ സാധിക്കില്ല. അതിൽ വിശദമായ അന്വേഷണം നടക്കട്ടെ, അങ്ങനെ ഒരു ആവശ്യം, ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു ആവശ്യം താൻ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ് പെൺകുട്ടിയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കണ്ടിരുന്നു. അവർ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം ഒരു മികച്ച പ്രോസിക്യൂട്ടറെ നിയോഗിക്കണം എന്നുള്ളതാണ്. അവരുടെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട്. അതിലൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്. മറ്റു വശങ്ങളെല്ലാം അതിന്റെ മുറ പോലെ നടക്കട്ടെ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പ്രതികരണം. ഈ വിഷയത്തിൽ, ഈ കേസിൽ തങ്ങൾക്ക് നീതി ഉറപ്പാക്കും എന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. അത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. ഹൈക്കോടതി ഉടൻ തന്നെ ആ കേസ് പരിഗണിക്കും. പ്രതി ഉൾപ്പെടെയുള്ള പ്രതിയായി പരിഗണിച്ച അല്ലെങ്കിൽ പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലീസ് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസ് വീണ്ടും സജീവമായി വരികയാണ്. അതിനിടയിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാടും കുടുംബത്തിനുണ്ട്. SKN. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.